ഗായ്സ് ഞങ്ങൾ ഇന്ന് ദുബായ് വരെ പോവുകയാണ്. അപ്പോൾ യുദ്ധമൊക്കെ ആയതുകൊണ്ട് അവിടെ എത്തിയാലേ എത്തിയെന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ ഫ്ലൈറ്റ് തന്നെ ക്യാൻസൽ ആയിപ്പോൾ ഇതാണ്. ഇപ്പം ഇനി ഞങ്ങൾ ബാംഗ്ലൂർ വഴിയാണ് ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ രാവിലെ 9 മണിയാണ്. ഇപ്പോൾ 12-ാം തീയതി 9 മണിക്ക് രാവിലെ വീട്ടിൽ ഒരു വൈകുന്നേരം സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. പിന്നെ അവിടെ സ്റ്റേ ആക്കി പൊലിച്ച് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഊബർ വിളിച്ച് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി. എയർപോർട്ട് മാഷാഅല്ലാഹ് ഒന്നും പറയാനില്ല, അത്രയും സൂപ്പറാണ്, കാണാൻ തന്നെ ഉണ്ട് ബാംഗ്ലൂർ എയർപോർട്ട്. ബാംഗ്ലൂർ സിറ്റി നോക്കുകയാണെങ്കിൽ എയർപോർട്ട് അവിടെ എല്ലാം തോന്നുന്നില്ല, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ബോർഡിംഗ് പാസ് കിട്ടി. വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് അധികം സമയം ഇരുന്ന്, എന്താ വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ കാര്യമാണല്ലോ, ഓരോ ഫ്ലൈറ്റും ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേടിയായിരുന്നു, ക്യാൻസൽ ആവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു ഇരുന്നതിന്. മാഷാഅല്ലാഹ് ഫ്ലൈറ്റ് ഈ ആകാശത്തുനിന്ന് കാണുകയെന്നല്ലാണ്ട് അടുത്തുനിന്ന് കാണുമ്പോൾ എന്താ പവർ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് കൊണ്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ രസമുണ്ട് കാണാനെന്നാ നമ്മൾ ഈ ലോകം കാണാൻ കൊണ്ട് ഇത്രയും വലുതാന്നുള്ള അറിയില്ലല്ലോ. അങ്ങനെ സീറ്റ് കിട്ടി, വിൻഡോ സീറ്റ് കിട്ടി, അങ്ങനെ ഇരുന്ന്. അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ മെനു ഒക്കെ തന്നിട്ടുണ്ട്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. സ്ക്രീനിൽ കാണാം നമുക്ക് എവിടെ എത്തിയെന്നു, എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കാണാം. പിന്നെ സിനിമ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, എല്ലാം ഉണ്ട്. ക്യാബിൻ ക്രൂ അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതാ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു പേടി ഇല്ലായല്ല. പിന്നെ എമിറേറ്റ്സ് അവിടെ നമുക്ക് കിഡ്സിന് ഗിഫ്റ്റൊക്കെ കൊടുക്കും. ഉഷാറായി ഫ്ലൈറ്റ്, ഉഷാറായി. എന്താ സ്പീഡ് കൂടി വന്നതാ കഷ്ടപ്പൊന്തല. അപ്പോൾ എയർ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ചെവിയൊക്കെ ഇങ്ങനെ അടിയുമ്പോൾ അങ്ങനെ തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞേരം ഫുഡ് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഞാൻ നോൺ വെജാണ് പറഞ്ഞത്. ഓള് നല്ല ഉറക്കത്തിൽ, അവൾ കയറിയപ്പോൾ തൊട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് 2 ദിവസത്തെ ഉറക്കമുണ്ടല്ലോ ഓക്ക്. അപ്പോൾ ഞാൻ കുറേ വിളിച്ച്, ഓള് കേൾക്കുന്നില്ല. ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സൈഡിൽ നോക്കുമ്പോൾ മാഷാഅല്ലാഹ് നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ ഓറഞ്ച് ഷെയ്ഡ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് എമിറേറ്റ്സ് കയറാനായി. അത് ഞാൻ വിചാരിച്ചു ക്യാൻസലായത് എനിക്ക് നന്നായി, ഫ്ലൈറ്റ് മാറി കിട്ടി. എനിക്കൊണ്ട് ഇതുകൊണ്ടോ നല്ല വ്യൂ ആയിരുന്നു. രാവിലത്തെ നല്ല ഭംഗിയുണ്ടായി കാണാൻ. ഓള് നല്ല ഉറക്കമായി. ഓൾ ആ രാത്രിയത്തെ ഉറക്കം മൊത്തം ഉറങ്ങി തീർത്തുണ്ട്. ഓളെ ഫുഡൊക്കെ കിഡ്സിന് സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാവുക. അപ്പോൾ ഓളെ ഫുഡ് വേറെ തന്നെ ആയിരുന്നു. ഓള് കഴിച്ച് രാവിലെ കുറേ വൈകുന്നേരം എണീറ്റ് പിന്നെ കഴിച്ച് പിന്നെയും ഉറങ്ങി. അതാ ഉറക്കം കൊണ്ട് എണീക്കുന്നതേ ഉള്ളൊരു കൂട് രാവിലെ. ഇതാണ് എൻ്റെ ഫുഡ്. അപ്പോൾ ഞാനിതാ ഫുഡ് കഴിക്കുകയാണ്. ഉറക്കത്തിൻ്റെ ഇതിലാണ് കൊണ്ട് ഫുഡ് അങ്ങനെ കഴിച്ചില്ല. യോഗട്ടും വെള്ളമൊക്കെ അതിനുള്ളത്. പിന്നെന്താ ഫ്രഞ്ച് ഫ്രൈസും ബ്രൗണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ രാവിലെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന്. അപ്പോൾ ലാൻഡിങ് അതാ ദുബായ് എത്തിക്കൊണ്ട് നിൽക്കുക. നമ്മൾ ആണ് സ്ക്രീനിൽ കാണാം എവിടെ എത്തി എന്നൊക്കെ ഉള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ആകാശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഫ്ലൈറ്റ് പോകുന്നില്ല. ആ ഒരു മേഘത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ തോന്നും. അപ്പോൾ ഇങ്ങനെ രാവിലെ വന്നതുകൊണ്ട് നല്ല സ്കൈ ബ്ലൂ പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മേഘങ്ങളൊക്കെ ഐസ്ക്രീം പോലെ. അപ്പോൾ ഞങ്ങൾ ദുബായ് ലാൻഡ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ താന്ന് വരുമ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കാണാം എവിടെ എത്തിയെന്നും. ഇത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ അങ്ങനെ താഴ്ന്നതൊക്കെ കാണാം. ആ മരുഭൂമി ദുബായിൽ ഇങ്ങനെ ഈ വീടുകളും വണ്ടികളൊക്കെ കുഞ്ഞായിട്ടാണ് കാണുന്നത്. കണ്ടോ, നല്ല രസമാണ്. പക്ഷെ താഴെ നോക്കുമ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ സ്പീഡിലാണ് പോവുക. കണ്ടോ, ഞാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറേ ഫ്ലൈറ്റ് കടന്ന് നിർത്തിയിട്ടത് അപ്പുറത്തെ സൈഡിൽ ഫുള്ള് എമിറേറ്റ്സ്. ഏതെങ്കിലും ഒന്നും പോലും ഇല്ല. ഫുള്ള് എമിറേറ്റ്സ്, ഇൻഡിഗോ,
ഫ്ലൈ ദുബായ്, അങ്ങനെ കുറേ ഇതാ. അപ്പം ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒന്ന് പേടിയൊക്കെ ആവും. എനിക്ക് അത്ര കുഴപ്പമില്ല, അതിന് ഉറങ്ങി എണീച്ചതാണ് എനിക്കുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ എയർപോർട്ടിലെത്തി, ബാഗ് കിട്ടി. റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കുറേ ഫ്ലൈറ്റ് പോകുന്നത്, ഇതാ ഫ്ലൈറ്റ് കൊണ്ട് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.